ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൂടെ വന്ന ആ രണ്ട് മുത്തശ്ശിമാർ കലാവതിയുടെ അടുത്ത് പോയിട്ട്, കലാവതി നീ ഞങ്ങളെ മറന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ അങ്ങ് കൂട്ടി പിടിക്കും കേട്ടോ. എന്നിട്ട് പറയും, നിങ്ങളെ മറക്കാനോ, വാ അകത്തേക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൂട്ടിക്കൊണ്ടുപോവാണ്. ഒരാളുടെ പേര് കല്ലൂന്നും ഒരാളുടെ പേര് ദച്ചുന്നുമാണ് കേട്ടോ. അപ്പോൾ കല്ലു പറയും, എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, ഇനിയിപ്പോൾ കണ്ടല്ലോ, ഇനി കണ്ണടച്ചാലും വേണ്ടില്ല എന്ന് പറയുമ്പോൾ കലാവതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ ദച്ചു അച്ചമ്മ പറയും, ഞങ്ങൾ നിന്നെ കുറിച്ച് ഓർക്കാതെ ഒരു ദിവസം പോലും ഇല്ല എന്ന് പറയുമ്പോൾ കലാവതി പറയും, നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക, സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വരിക, ഇനി എനിക്ക് സമാധാനമായി ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെയായിരുന്നു, നിങ്ങളെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല, നിങ്ങളെ ഒന്ന് കാണാൻ തോന്നുമ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കും എന്ന് പറയുമ്പോൾ ആ കല്ലു അച്ഛമ്മ പറയും, ആ ഫോട്ടോ ഒക്കെ ഇപ്പോഴും നിന്റെ കയ്യിലുണ്ടോന്ന്, അതൊരു പുസ്തകത്തിന്റെ ഉള്ളിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുക, എനിക്ക് കാണണം തോന്നുമ്പോഴൊക്കെ ഞാൻ എടുത്തു നോക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് രേവതി ചെന്നിട്ട് പറയും, സച്ചിയേട്ടാ ഇവരൊക്കെ ആരാന്ന് ചോദിക്കുകയാണേ. അപ്പൊ നമ്മുടെ സച്ചി പറയും, അച്ഛമ്മ രേവതി ചോദിക്കുക ഇതൊക്കെ ആരാന്ന്, അച്ഛമ്മ തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്തേക്കെന്ന് പറയണേ. അപ്പൊ അച്ഛമ്മ പറഞ്ഞു കൊടുക്കും, എനിക്ക് 3 ഹൃദയം ഉള്ളത്, അതിൽ 2 ഹൃദയം ഇവര് എന്റെ കൂട്ടുകാരികളാ, ഞങ്ങളെ ഒരുമിച്ച് പഠിച്ചത് 6ാം ക്ലാസ് വരെ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോൾ വർഷം വന്നിട്ട് പറയുന്നുണ്ട്, അത് ശരി, അപ്പൊ ഓൾഡ് ബെഡീസ് ആണല്ലേ ശ്രീകാന്തെ, നമ്മൾ വയസ്സാവുമ്പോ ഇങ്ങനെ കുറെ ഫ്രണ്ട്സുകൾ വേണം റിയൂണിയൻ കൂടാൻ എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കല്ലു അച്ഛമ്മ പറയും, 10-30 വർഷമായല്ലേ നമ്മൾ കണ്ടിട്ട്, ജയയുടെ കല്യാണത്തിന് കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ലടി രവീന്ദ്രന്റെ കല്യാണത്തിന് നമ്മൾ കലാവതിയുടെ വീട്ടിൽ വന്നില്ലേ, നീ ഓർക്കാഞ്ഞിട്ടാ, നിനക്ക് വയസ്സ് ചെറുതാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടായിരിക്കും, കലാവതി ഇതല്ലേ നിന്റെ മോൻ രവീന്ദ്രൻ എന്ന് ചോദിച്ചിട്ട് രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞങ്ങളെയൊക്കെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ രവി പറയും, ഓ മനസ്സിലായി എന്ന് പറയണേ. പിന്നീട് നമ്മുടെ അച്ഛമ്മ സച്ചിയെ വിളിച്ചിട്ട് പറയും, എടാ സച്ചി, എനിക്ക് ഇവരെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛമ്മ തന്ന ഫോട്ടോ ഇല്ലേ, അതിൻ്റെ പിറകിൽ അഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇവരെ ഞാൻ തേടിപ്പോയി എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയട്ടോ, ആ അഡ്രസ്സിൽ ഞാനും അന്വേഷിച്ചിട്ട് ഇവരെ കിട്ടിയില്ലല്ലോ, അതെ ആ അഡ്രസ്സിൽ ഇവർ ഇല്ലായിരുന്നു, പിന്നെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ട് ഇവരിപ്പോൾ താമസിച്ചു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി, പക്ഷെ അവിടെയും ഇവരില്ലായിരുന്നു, അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ പോയി ഞാൻ കയ്യോടെ പിടിച്ചുകൊണ്ട് വന്നതാന്ന് പറയണേ. ഇവർ രണ്ടുപേരും 2 സ്ഥലത്തായതുകൊണ്ട് 2 വഴി ഓടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ എന്ന്. അപ്പോൾ രേവതി പറയും, അതാണല്ലേ വൈകിയത് വരാൻ എന്ന് ചോദിക്കുമ്പോൾ, അതെ എൻ്റെ അച്ഛമ്മയ്ക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കാട്ടോ സച്ചി. അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, ഞാൻ കാണാൻ കൊതിച്ചു നിന്ന് എൻ്റെ 2 കൂട്ടുകാരികളെയല്ലേ നീ കൊണ്ടുവന്നത്, അപ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷമാവാതിരിക്കും എന്ന് പറയുമ്പോൾ ആ കല്ലു അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ, സച്ചി നല്ല മോനാണ്, കലാവതിയുടെ അതേ സ്വഭാവം എന്ന് പറയുമ്പോൾ ഞാനല്ലേ അവനെ വളർത്തിയത്, എൻ്റെ സ്വഭാവം അവന് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ അച്ഛമ്മ. അപ്പോഴേക്കും ദച്ചു അച്ഛമ്മ പറയും, കലാവതി നീ ബാക്കിയുള്ളവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരൂ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛമ്മ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ അച്ഛമ്മ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ സുധിയെ ആയിരിക്കും. സുധിയാണെങ്കിൽ അവിടെ ജാടട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇവർ നോക്കുമ്പോൾ തന്നെ, ഞാനിങ്ങനെ ഇരിക്കുന്നതൊന്നും നോക്കണ്ട, വീട്ടിലായതുകൊണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്, ഞാൻ എപ്പോഴും ഗെറ്റപ്പിലാ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ്സാ എൻ്റെ ജോലി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ തന്നെ ഇത് കാണുമ്പോൾ കല്ലു അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ഇവനെന്താ ശ്വാസം മുട്ടലിൻ്റെ അസുഖമുണ്ടോ, എന്താ ശ്വാസം മുട്ടി സംസാരിക്കുന്നത് പോലെ ചോദിക്കുക കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയും, ശ്വാസം മുട്ടലിൻ്റെ അസുഖമൊന്നുമില്ല മുത്തശ്ശി, അവനെ ബിസിനസ്മാനാ, അതിൻ്റെ ഒരു ജാട, അല്ലാതെ വേറെ അസുഖം അവനുണ്ടെന്ന് പറയാൻ കേട്ടോ ഒന്നാക്കിക്കൊണ്ട്. അതിനുശേഷം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ വെച്ച് ആദ്യം മുത്തശ്ശി രവിക്കായിരിക്കും കേട്ടോ കേക്ക് കൊടുക്കുന്നത്. അപ്പോൾ രവി പറയും, ആ 2 അച്ചമ്മയ്ക്ക് കൊടുക്കുന്നത് ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുധി പറയുന്നുണ്ട്, അയ്യോ കേക്ക് മെൽറ്റായി പോവും, അത് കട്ട് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും കഴിക്കായിരുന്നു എന്ന് പറയുമ്പോൾ രവി അങ്ങനെ ചെയ്തോളാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് സന്തോഷമാവാൻ കേട്ടോ. അപ്പോൾ അവിടേക്ക് രേവതി കേക്കും കൊണ്ടുവരുന്നുണ്ട്. സച്ചിയേട്ട എന്തായാലും വല്ലാത്ത ഒരാളാണ്, ഇങ്ങനെ 2 മുത്തശ്ശിമാരെ തപ്പി കണ്ടുപിടിച്ച് കൊടുത്തല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്താണെങ്കിൽ ശ്രുതി ഒരു ഭാഗത്ത് മാറി നിൽക്കുവാണ്. അപ്പോൾ കേക്കും കൊണ്ടുവരുന്ന ശ്രുതി ചോദിക്കും, എന്താ ശ്രുതി ഒരു മൂഡ് ഔട്ട്, അത് ഞാൻ സച്ചി ഒരു ഗിഫ്റ്റും കൊണ്ടുവന്ന് കൊടുക്കില്ല എന്നാ കരുതിയത്, ഇപ്പൊ അവൻ ചെയ്തത് എന്താ, കിടിലൻ ഗിഫ്റ്റല്ലേ കൊടുത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയാം, അതിൽ വിഷമിക്കാനൊന്നുമില്ല, ഞാനും ശ്രുതിയും കൂടെ ഗിഫ്റ്റ് കൊടുത്തല്ലോ അച്ചമ്മയ്ക്ക്, അതുപോലെ സച്ചി മാത്രമല്ല ഇപ്പൊ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളൂ, രേവതി ഒന്നും കൊടുത്തില്ലല്ലോ എന്ന് പറയണേ, അതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല അച്ചമ്മ, അപ്പൊ അവർക്ക് കൊടുക്കില്ലായിരിക്കും അല്ലേ എന്ന് പറഞ്ഞാൽ കേക്ക് എടുത്ത് കഴിക്കാണ് കേട്ടോ. കൂടെ ശ്രുതിയെ തീറ്റിപ്പിക്കുന്നുണ്ട്.
പിന്നീട് നമ്മുടെ രേവതിയുടെ അടുത്ത് സച്ചി വന്ന് ചോദിക്കും, നീ വല്ല ഗിഫ്റ്റും കൊടുത്തായിരുന്നോ രേവതി? ഇല്ല സച്ചിയേട്ടാ, ഞാനേ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ സച്ചിയേട്ടനും കൂടെ വന്നിട്ട് കൊടുക്കാന്ന് വെച്ചിട്ടാ. എന്താ അതെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു വീഡിയോ ആണ്. അച്ഛമ്മ കുറച്ച് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ദീപ്തിയുടെ ഫോണിലാണ്, ദീപ്തിയല്ല ദേവുവിന്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്തതെന്ന് പറയാണ്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവാണ്. കൊള്ളാല രേവതി, ഇതേ നമുക്കിപ്പോൾ തന്നെ ടിവിയിലിട്ട് കാണിച്ചു കൊടുക്കാം എല്ലാവരെയും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. എന്നിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് പറയും, ശ്രീകാന്തെ നീ ഇതിലൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് പ്ലേ ചെയ്യുമെന്ന് പറയാണ്. അപ്പോഴേക്കും ദച്ചു അച്ചമ്മയും കല്ലു അച്ചമ്മയും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ. ആരും പോകല്ലേ, ഒരു കാര്യം കൂടെ ഉണ്ട് കാണാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്താണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്കും രവിക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാണേ. അപ്പൊ രവി വന്നിട്ട് അച്ചമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇത് നേരത്തെ ഇങ്ങനെ കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ പലരും നന്നായേനെ എന്ന് പറഞ്ഞിട്ട് സച്ചിയോട് പറയും. സച്ചി ഇത് ദിവസവും ഈ ഒരു മെസ്സേജ് ഇവിടെ ഇടണം എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഒന്നല്ലച്ചാ 3 നേരം ഇടാം, അത് കേട്ടെങ്കിലും ഇവിടെ ഉള്ളവർ പഠിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രയെ നോക്കിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വന്നിട്ട് ചോദിക്കും, അച്ചമ്മയ്ക്ക് ഞങ്ങളൊക്കെ ഗിഫ്റ്റ് തന്നല്ലോ, ഇനി അച്ചമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആർക്കാന്ന് പറ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.